DGP നിയമന വിവാദത്തിൽ പി ജയരാജന് സമൂഹ മാധ്യമങ്ങളിൽ പിന്തുണയുമായി പോസ്റ്റുകൾ. പി ജയരാജന്റേത് ധീരമായ നിലപാടാണെന്ന വാഴ്ത്തുകൾ. അധികാരം തലയ്ക്ക് പിടിച്ച് രക്തസാക്ഷികളെ മറക്കരുതെന്നാണ് പോസ്റ്റുകൾ. ആരൊക്കെ തലമറന്ന് എണ്ണ തേച്ചാലും രക്തസാക്ഷിത്വത്തെക്കാൾ വലിയ ത്യാഗമില്ല എന്ന അഭിപ്രായം. എന്നാൽ സോഷ്യൽ മീഡിയ പിന്തുണയിൽ യാതൊരു കാര്യവുമില്ല എന്ന് MV ഗോവിന്ദൻ കൊച്ചിയിൽ പ്രതികരിച്ചു. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം DGP നിയമന വിവാദം വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ DGP ചുമതല ഏൽക്കുന്നതിന് മുൻപ് തന്നെ പി ജയരാജന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായതാണ്. കൂത്തുപറമ്പ് വെടിവയ്പ് ഉൾപ്പെടെ അദ്ദേഹം ഓർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു, പരസ്യ പ്രതികരണത്തിലൂടെ തന്നെ കൂത്തുപറമ്പ് ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് DGP ചുമതല ഏൽക്കുന്നത്. അതിന് പിന്നാലെ ജയരാജന് വാഴ്ത്തുപാട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ. പക്ഷേ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പ്രസ്താവന അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നത ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. ദേവിക, നമ്മൾ ഇന്ന് രാവിലെ നൽകിയ ആ വാർത്ത സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ CPM അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം. നമ്മൾ നൽകിയ വാർത്ത ഇതായിരുന്നു. അതായത് ഈ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ മറന്നുകൊണ്ട് CPM മുന്നോട്ട് പോകുമ്പോൾ നിലവിലെടുത്ത തീരുമാനം അത് അണികൾക്കിടയിൽ വിശദീകരിക്കാൻ CPM അല്പം പാടുപെടുമെന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ആ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ അണികളുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വ്യാപകമായി, അതായത് ഈ DGP-ആയി ഈ റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ നൽകിയ പ്രസ്താവനയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ CPM-ന്റെ സൈബർ അണികൾ വ്യാപകമായി രംഗത്ത് വന്നിരിക്കുന്നത്. പി ജയരാജന്റേത് ധീരമായ നിലപാടാണെന്നാണ് ഈ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ പറയുന്നത്. അധികാരം തലയ്ക്ക് പിടിച്ച് രക്തസാക്ഷികളെ മറക്കരുത് എന്നും പോസ്റ്റുകളിൽ പറയുന്നുണ്ട്. ആരൊക്കെ തലമറന്ന് എണ്ണ തേച്ചാലും രക്തസാക്ഷിത്വത്തെക്കാൾ വലിയ ത്യാഗമില്ല. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിൽ വ്യാപകമായി CPM-ന്റെ അണികളുടെ ഭാഗത്തു നിന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തലശ്ശേരി ACP ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞ് CPM വലിയ നിയമ പോരാട്ടം അടക്കം നടത്തിയ ആളെ തന്നെ ഇതേപോലെ ഇടതുമുന്നണി ഭരിക്കുന്ന സമയത്ത് സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കുമ്പോൾ അന്നത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തെ തന്നെ CPM തമസ്കരിക്കുകയാണ് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ വൈകാരികമായ ഓർമ്മകളെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് ഈ റവാഡ ചന്ദ്രശേഖരനെ DGP-ആയി സംസ്ഥാന സർക്കാർ നിയമിച്ചത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ CPM അണികളിൽ നിന്ന് വലിയ പൊട്ടിത്തെറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതേ വ്യക്തി തന്നെ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ മറന്നുകൊണ്ട് CPM-ന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ അണികൾ ചോദിക്കുന്നത്. ഈ സർക്കാരിന്റെ തീരുമാനത്തെ MV ഗോവിന്ദൻ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ പോലും ഈ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തെ ഓർമ്മപ്പെടുത്തിയ പി ജയരാജന്റെ നിലപാടിന് പിന്തുണയേറുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഏതായാലും ഈ അണികളെ ഇത് കൂടുതൽ ബോധ്യപ്പെടുത്താൻ CPM അല്പം പാടുപെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഇന്ന് പി ജയരാജൻ ഏതാണ്ട് 12:30 കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ മുൻ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറിപ്പോകുമോ അല്ലെങ്കിൽ താൻ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന് ഏതാണ്ട് നമുക്ക് 12:30 മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും നിലവിൽ പി ജയരാജന്റെ നിലപാടിന് വലിയ പിന്തുണ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. പി ജയരാജൻ എടുത്തതാണ് അണികളുടെ നിലപാട് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പി ജയരാജൻ വീണ്ടും നേതൃത്വത്തിന് അനഭിമതനാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദേവിക.